നമസ്കാരം. ബാലുശ്ശേരിയിൽ നിന്ന് ഞാൻ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. വൈദ്യഹസ്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ജീവിതശൈലി വിചിന്തനം നടത്തി ജനറലായിട്ട്. ഇത്തവണ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ജീവിതശൈലിയെക്കുറിച്ചുള്ള വിചിന്തനം നടത്തുന്നത് നമ്മൾ ആഹാര രീതികളെക്കുറിച്ചാണ്. ആഹാര രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഗ്രീഷ്മ ഋതുവാണ്, വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് സൂര്യരശ്മികൾ ഭൂമിയിലുള്ള എല്ലാ ജലാംശത്തെയും വലിച്ചെടുത്ത് ചൂട് കൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. ദിവസം തോറും 2-4 ഡിഗ്രി ചൂട് കൂടി വരികയാണെന്ന് വാർത്തകൾ, കാലാവസ്ഥാ റിപ്പോർട്ടുണ്ട്. സ്വതേ നമ്മൾക്ക് സോളിഡായിട്ടുള്ള ഫുഡുകൾ നമ്മൾക്ക് ഈ സീസണിൽ അധികം കഴിക്കാൻ തോന്നില്ല. അതിന് പകരം ജ്യൂസുകളായിട്ടോ പാനീയങ്ങളായിട്ടോ ആണ്, അല്ലെങ്കിൽ സെമി സോളിഡായിട്ടുള്ള സൂപ്പ് പോലെ കഞ്ഞി പോലെ ഉള്ള ആഹാരങ്ങളാണ് കുറച്ചും കൂടി ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുക. മൂത്രം തന്നെ വളരെ കുറവായിരിക്കും, വിയർപ്പ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. സ്വതേ ഭക്ഷണം കഴിക്കുമ്പോൾ ശാസ്ത്രത്തിൽ പറയണത് അന്നേന കുക്ഷേഹെ ദ്വാവംശവും പാനേന ഏകം പ്രഭൂരേത് ആശ്രയപ്പവനാദീനാം ചതുർത്ഥമവശേഷ എന്ന് പറയുന്നുണ്ട്. സോളിഡായിട്ടുള്ള ഫുഡിനെ കുക്ഷിയുടെ ഒരു ഭാഗം, ലൈറ്റായിട്ടുള്ള ഫുഡ്, എളുപ്പം ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കുറച്ച് മൂക്കറ്റം കഴിക്കാം. മറ്റത് അളവ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ബാക്കി കുറച്ചും ജലാംശം. സാധാരണ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഇലത്തലപ്പൽ വെള്ളം കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കവിള് വെള്ളം കുടിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അതിനിടയ്ക്ക് അവസാനം അതല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. അത് ഡൈജഷന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ എങ്ങനെ കഴിക്കണം? ഹിതാശീ സ്യാത് മിതാശീ സ്യാത് കാലഭോജി ജിതേന്ദ്രിയ എന്ന് പറയുന്നുണ്ട്. ഹിതമായിട്ടുള്ള ഭക്ഷണം മിതമായിട്ട് അതിൻ്റെ കാലത്തിൽ, ആ കാലത്തിൽ എന്ന് പറഞ്ഞാൽ വിശപ്പുള്ള സമയത്ത് കഴിക്കുക. അത് ജിതേന്ദ്രിയത്വം വേണം. ജിതേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാവും. പല അഡൾട്രേറ്റ് ചെയ്ത പല സാധനങ്ങളും, പല ഫാസ്റ്റ് ഫുഡുകളും, പറഞ്ഞ മാതിരി പല നമുക്ക് പറ്റാത്ത, ശരീരത്തിൽ യോജിക്കാത്ത പല ആഹാരങ്ങളും ഉണ്ടാവും. അത് കഴിയുന്നതും കഴിക്കാതിരിക്കുക. അതിൽ ജിതേന്ദ്രിയത്വം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രധാനമുള്ള ഘടകമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം ചവച്ചരച്ച് സലൈവയോടുകൂടി ചേർത്തിട്ട് വേണം കഴിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഉണ്ടായത്, ഞാനവിടെ പുലാമന്തോൾ സൈലൻറ്റ് വാലി റിസോർട്ടിൽ ജോലി എടുക്കുന്ന കാലത്ത് 2 ജർമ്മൻ ലേഡീസ് വന്നു. അവർ ജർമ്മനി ഉള്ളവർ. അപ്പോൾ രാവിലെ ഒരു 9-9:30ക്കാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അവർ പറഞ്ഞ മാതിരി സൂപ്പുണ്ട്, പിന്നെ എന്തൊക്കെയോ അവരുടേതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, കുറച്ച് സോളിഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് 2-2.5 മണിക്കൂർ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളും ഷെഫൊക്കെ ചോദിച്ചു, എന്താണ് മാഡം ഇത്ര സമയം എടുക്കുന്നത്? പിന്നെ അവരതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ ഡിസ്കസ് ചെയ്ത് 2 ഫ്രണ്ട്സാണല്ലോ വന്നിരിക്കണേ ഗസ്റ്റായിട്ട്. അപ്പോൾ അവർ പറയാം, ഒരു പ്രാവശ്യം നമ്മൾ വായിലിട്ട ഫുഡ് 45 പ്രാവശ്യം ചവച്ചതിന് ശേഷം ഇറക്കുള്ളൂ എന്ന്. എന്നാൽ മാത്രമേ അത് ശരീരത്തിലേക്ക് അസിമിലേറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയണത്. അബ്സോർപ്ഷൻ ശരിക്കും ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ലല്ലോ. ഒക്കെ ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ലൈഫല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഭക്ഷണം വെയിലിടും, വാരി വലിച്ചു തിന്നും. കുട്ടികളായാലും ഇപ്പോൾ സ്കൂളിൽ പോണ വഴിക്ക് അതിനിടയ്ക്ക് TV ഉണ്ടെങ്കിൽ TVയിലേക്ക് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. മറ്റുള്ളവരാണെങ്കിൽ മൊബൈലിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കും. ഇനി ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. അതൊന്നും നമ്മളെ ശരീരത്തിൽ പിടിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ കഴിയുന്നതും നമ്മളതിൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളൊരു അഡ്വൈസേ പറയാനുള്ളൂ. ഈ ഒരു മാറ്റങ്ങൾ ശരിക്കും നമുക്ക് ശരീരത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത് വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ വളരെ സെലക്റ്റീവ് ആവണം. വളരെ ഫീസിബിളായിട്ടുള്ള ഭക്ഷണമായി നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. സാധാരണ പറയാറുണ്ട്, വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയ്സൺ എന്ന്. ഒരാളെ ഫുഡ് മറ്റാൾക്ക് പറ്റില്ല. അപ്പോൾ അപ്പോൾ ബൂഫയും ഗഫയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കല്യാണ സദ്യയൊക്കെ ഉണ്ടാകുമ്പോൾ, സദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക, വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ കഴിയുന്നതും.
മാംസഭുക്കുകളായാലും അതായത് നമ്മൾ സദ്യ ഉണ്ടാകുമ്പോൾ സദ്യയിലെ എല്ലാവിധ പല 6 രസങ്ങളും ചേർന്നിട്ടുള്ള ഭക്ഷണമാണ് അതിലുണ്ടാവുക. ഇല്ലേ, കാളൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി, ഇഞ്ചിപ്പുളി, അങ്ങനെ ഒരുപാട് എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള. അതെ, ലാസ്റ്റിലോ ഫ്രൂട്ട്സായിട്ട് പൂവമ്പഴം തിന്നുകയും ചെയ്യും അല്ലേ. അത് ഒരു സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റ് കൈകുത്തി നിലത്ത് ഇരുന്ന് ചമ്രം അടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ച് എണീക്കുന്നതിനേക്കാളും വളരെ ഹെവിനെസ്സും ഫീലിങ്ങും തോന്നും നമ്മൾ ബിരിയാണിയോ അല്ല അങ്ങനെ 8 കോഴ്സ് ഡിന്നറോ കഴിക്കുന്ന സമയത്ത്. അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. മാത്രമല്ല എല്ലാവരുടെയും ദഹനശക്തി ഒരുപോലെ ആയിരിക്കില്ല. നല്ലോണം പറമ്പ് കളിക്കുന്ന ആൾ, അതുപോലെ നല്ലപോലെ വിറക് വെട്ടുന്ന ആൾ, അങ്ങനെ അവരുടെ അതുപോലെ വളരെ വീടിനകത്ത് ലഘുവായിട്ടിരിക്കുന്ന ആൾക്കാരും ഓഫീസ് ജോലികളൊക്കെ എടുക്കുന്ന ആൾക്കാർക്കും വ്യായാമത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ആ വ്യായാമത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ അസിമിലേഷൻ, ഇത് കഴിച്ചാൽ മാത്രം പോരല്ലോ, അത് ദഹിക്കുകയും വേണ്ടേ. ആ ദഹിച്ച് ശരീരത്തിൽ പിടിച്ചാലല്ലേ നമുക്ക് ആ ഒരു കർമ്മശേഷി നമുക്ക് കിട്ടുള്ളൂ. ശരീരത്തിൻ്റെ ഒരു റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ അഗ്നിബലങ്ങളെല്ലാം കൃത്യമായിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ ഉഷ്ണകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ അച്ഛനൊക്കെ അച്ഛൻ ഡോക്ടറാണെന്നോ, അച്ഛനൊക്കെ മുമ്പ് ഒരു രോഗികളെ നോക്കാൻ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഇളനീര്, അതുപോലെ തേനൊഴിച്ച വെള്ളം, അതുപോലെ ചെറിയ ഉള്ളിട്ടിട്ടുള്ള വെള്ളം, അങ്ങനെ പലതരം പാനീയങ്ങൾ ദാഹത്തിന് നമുക്ക് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന. അതുപോലെ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെയുള്ള മഹാരാഷ്ട്രൻസ് ഈ പൂനെയിലും അവിടെയും ഇവിടെയൊക്കെയുള്ള ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അധികവും വെയിലൊക്കെ കൊണ്ട് വർക്ക് ചെയ്യണവർ ഈ കുടംപുളി കൊണ്ട് കൊക്കും സർബത്ത് എന്ന് പറഞ്ഞ സർബത്ത് ഉണ്ടാകും. നമ്മളെ നാട്ടിലുണ്ട് അതുപോലെ നന്നാറി സർബത്ത്. അതൊക്കെ ഈ വേനൽക്കാലത്താണല്ലോ കൂടുതൽ ചിലവാകുക. അപ്പോൾ അതുപോലെ ഈ വക പാനീയങ്ങളായിരിക്കും കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിലനിർത്താനും ഈ ഉഷ്ണത്തിനെ പ്രതിരോധിക്കാനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ബോംബെയിലുള്ള കാലത്ത് ഇവർ സൺസ്ട്രോക്ക് വരാതിരിക്കാൻ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഉള്ള ജനങ്ങൾ വല്യുള്ളി കടിച്ച് തിന്നിട്ട് ചെല്ലുമെന്ന് പറഞ്ഞാൽ, വല്യുള്ളിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നാണ് പറയണത്. അതുപോലെ നമ്മളെ കരിമ്പ് ജ്യൂസ് ഇതൊക്കെ കഴിക്കാറുണ്ട്. അത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണം ഈ കട്ടിയുള്ള നമ്മളെ ഈ നാട്ടിലത്തെ ഈ പത്തിരി, ദോശ, ഇഡ്ഡലി ഇതിനൊക്കെ പകരം, അതായത് കൂടുതൽ ജലാംശം വലിച്ചെടുക്കുന്നതിനേക്കാളും നല്ല നമുക്ക് സെമി സോളിഡായിട്ടുള്ള സൂപ്പുകൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, അതുപോലെ കഞ്ഞി പോലത്തെ റാഗി കഞ്ഞി, ചോളത്തിൻ്റെ കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, അങ്ങനെ പൊടിയരിക്കഞ്ഞി, അതൊക്കെ നമുക്ക് മാറി മാറിയിട്ട് പലതരത്തിൽ കഴിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട്, മോരൊഴിച്ചിട്ട്, പാലൊഴിച്ചിട്ട്, ശർക്കര ഇട്ടിട്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ വക ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ സൂര്യതാപത്തിനെയും ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ, മാത്രമല്ല നമ്മൾ ഈ വക ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാവുന്നതാണല്ലോ, ഈ വക കഞ്ഞികളും സൂപ്പുകളൊക്കെ. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അഗ്നിബലം കുറയും. ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്, അതും സീസണലായിട്ട് കിട്ടുന്ന ഫുഡുകളുണ്ടല്ലോ, ആ വക ഫുഡുകളാണ് കുറച്ചും കൂടി നമുക്ക് നന്നായിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജഠരാഗ്നി മൂലത്തിന്, അതായത് നമ്മുടെ അഗ്നിബലത്തിനെ സേവ് ചെയ്യണം. നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെയൊക്കെ ഓരോ വർക്കും ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിചിന്തനം നമ്മൾ എന്തിനെക്കുറിച്ച് വേണം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ, അതായത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, വിശകലനം ചെയ്യാം. അപ്പോൾ ഇതുവരെ എന്നെ ശ്രവിച്ച എൻ്റെ ഈ ഉപദേശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻസ് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.